നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ചമ്മന്തി റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ടൊരു പാനിലേക്ക് നമ്മളൊരു 5-8 നല്ല എരിവുള്ള മുളകും ഒരു 2-3-4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് നല്ല കുഞ്ഞുള്ളിയാണ് അതിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 5-8 എണ്ണം വെളുത്തുള്ളി കുഞ്ഞുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ല രീതിയിലൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ. നല്ല രീതിയിലൊന്ന് എണ്ണയിൽ വാടി വരുമ്പോൾ എന്താ ഒരു മണം വരുന്നല്ലേ. അപ്പോൾ അത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് അങ്ങോട്ട് കോരി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എണ്ണ ഒഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. ഇന്ന് കുറച്ച് ടേസ്റ്റൊക്കെ നന്നായിട്ട് കിട്ടുമേ. അപ്പോൾ അതും കൂടി അങ്ങോട്ട് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് ഇങ്ങോട്ട് എടുത്തോളൂ കേട്ടോ. ഇനി നമുക്ക് ഒരു മുറി തേങ്ങ ഒന്ന് ചിരകി വെച്ചേക്കുക. തേങ്ങ ചിരകിയത് ചേർക്കണം, പുളി ചേർക്കണം. നല്ല സ്പെഷ്യലായിട്ടുള്ളൊരു ചമ്മന്തിയാണ്. ഒരു പ്ലേറ്റ് ചോറ് ആ ചമ്മന്തി മാത്രം കൂട്ടി അകത്താക്കാൻ പറ്റും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ക്രഷ് ചെയ്ത് നമുക്ക് എടുക്കാം. ആദ്യം അതാ ചെയ്യാം. മുളകൊക്കെ ഒന്ന് ഉടച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതങ്ങനെ അല്ലെങ്കിൽ ഇത് നിൽക്കും. അപ്പോൾ ഞാനൊന്ന് കറക്കിക്കൊണ്ട് വരട്ടെ. ഇനി നമ്മൾ ഒരു മുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചിരകിയത് കൂടെ അങ്ങോട്ട് ചേർക്കുകയാണ്. അതും കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള പുളി, ഒരു നെല്ലിക്ക വലുപ്പമൊന്നും വേണ്ട കേട്ടോ, അതിൻ്റെ പകുതി പുളി ചേർക്കുന്നുണ്ട്. പുളി ചേർത്തതിന് ശേഷം ഞാൻ പറയാം എന്താണ് ചേർക്കേണ്ടതെന്നില്ല. അത് സ്പെഷ്യലായിട്ടുള്ള സംഭവം എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ അത് നമ്മുടെ പുളി അങ്ങോട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കറി വെക്കാനൊക്കെ മടി പിടിച്ചിരിക്കുന്ന സമയം, എന്നാൽ ചോറ് കഴിക്കുകയും വേണം, എന്നാൽ വളരെ ടേസ്റ്റിയും ആവണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക അല്ലേ, ഇങ്ങനെ തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ദാ നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയാണ് സംഭവം, നമ്മുടെ മെയിനായിട്ടുള്ള സംഭവം. ദാ കണ്ടില്ലേ, പപ്പടമാണ് കേട്ടോ. 2 പപ്പടം പൊള്ളിച്ച് 2-3 അങ്ങോട്ടും പൊടിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ദാ കണ്ടില്ലേ, ഒടിച്ചങ്ങോട്ട് ഇട്ടെടുക്കുക. പപ്പട ചമ്മന്തിയാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതിനായിരുന്നു ഇവൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നതല്ലേ. അപ്പോൾ നല്ല പൊടിച്ച ചമ്മന്തി, നമ്മുടെ പപ്പടം അങ്ങോട്ട് പൊടിച്ചങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് വീണ്ടും അങ്ങോട്ട് കറക്കി അങ്ങോട്ട് എടുത്തോളൂ കേട്ടോ. നല്ല ടേസ്റ്റ് ചമ്മന്തി, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ്. നല്ല ചൂട് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ആരും ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമ്മുടെ പപ്പട ചമ്മന്തിയുടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, അതിൻ്റെ ടെക്സ്ചറൊക്കെ കണ്ടോ. ഇത് മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാൻ. ഇത് മാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ ചൂട് ചോറ് ഒരു പ്ലേറ്റ് നമുക്ക് അകത്താക്കാൻ പറ്റുമേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ പപ്പട ചമ്മന്തിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചൂട് ചോറും എടുത്തുകൊണ്ട് എല്ലാവരും ഓരോ പ്ലേറ്റ് എടുത്തുകൊണ്ട് വന്ന് കഴിച്ചോളൂ. അപ്പോൾ ഞാൻ ഒരു പിടി ഒന്ന് പിടിക്കട്ടെ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.